അബ്സുവിലേക്ക് സ്വാഗതം. സോ ഞാൻ അബ്സു കട്ടിറാമൊന്നുമല്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അങ്ങനെ ആവേശത്തിന്റെ അർമാദത്തിൽ കാത്തിരുന്ന IPL ഇതാ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാത്രി 7 മണിക്ക് ചെന്നൈ ചെപ്പോക്കിൽ നടക്കുന്ന മത്സരത്തിൽ RCB വാസിസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുമുട്ടുന്നു. സോ റോയൽ ചലഞ്ചേഴ്സ് ആരാധകരുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ, ചെന്നൈ ഫാൻസിന്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം എൽ ക്ലാസിക്കോ. സോ വൻ കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു IPL ആദ്യ മത്സരം കാണാനും അതുപോലെ ധോണിയുടെ പ്രകടനം കാണാനും അങ്ങനെ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് സന്തോഷ വാർത്തകളും അതുപോലെ തന്നെ കുറച്ച് ദുഃഖ വാർത്തകളും പറയാനാണ് വന്നത്. സോ അത് ചെന്നൈയുടെ കേസും കാര്യങ്ങളൊക്കെയാണ്. ചെന്നൈയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14 ആദ്യത്തെ മത്സരം കളിക്കാൻ ഉണ്ടാവില്ല എന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കാരണം അദ്ദേഹത്തിന് CIA ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്താളാ. അതുകൊണ്ട് തന്നെ ചെന്നൈന്റെ ഡെത്ത് ഓവർ ബോളർ ആയിട്ട് പതിരാനേ ഉണ്ടാവില്ല. പകരം ആരാന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് നാളെ അറിയാം. ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നൈസായിട്ട് കോപ്പി അടിച്ച് ഇടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ എന്തായാലും മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഓവർ അറിയിക്കാൻ മുസ്തഫിസർ ആണ്. മുസ്തഫിസറും ക്രാക്ക് കാരണം പുള്ളി കളിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പുള്ളിനെ സ്ട്രെച്ചറിലും കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടു. സോ അതൊക്കെ ഓക്കെ ആയി. പുള്ളി അന്ന് തന്നെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി നേരെ ചെന്നൈ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളി ഫസ്റ്റ് മത്സരത്തിലും കളിക്കാൻ ഉണ്ടാവും എന്ന കാര്യം നമുക്ക് നോക്കാം. കാരണം ചെന്നൈ പിച്ച് മറ്റേ ലെവൽ പിച്ച് എന്താ കാര്യം പിച്ചാണെങ്കിൽ മോയിൻ അലിക്കായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. മുസ്തഫിസറിന് മുമ്പ് മോയിൻ അലി ഫസ്റ്റ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുസ്തഫിസറിന്റെ കാര്യത്തിലും സംശയമാവും. സോ എന്തായാലും ചെന്നൈ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ സച്ചിൻ രവീന്ദ്ര അതുപോലെ തന്നെ മിച്ചൽ ഡാനിയൽ പിന്നെ മറ്റേ തീഷാന ഇവര് 3 പേരും എന്തായാലും ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് ടീമിലുണ്ടാവും. സോ ഒരാൾ ആരാന്നുള്ള കാര്യത്തില് ഇതുവരെയും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. കാരണം ഇനി മോയിൻ അലിയാണോ അതോ മുസ്തഫിസർ ആണോ എന്ന കാര്യം നമുക്ക് നാളെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഡെത്ത് ഓവർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷാർദുൽ താക്കൂറിനെ വേണമെങ്കിൽ അറിയിപ്പിക്കാം. ചെന്നൈന്റെ പണ്ടത്തെ നല്ല പ്ലെയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ ചെന്നൈന്റെ പണ്ടത്തെ ഡെത്ത് ഓവറായ ഇപ്പോഴത്തെ ചെന്നൈ കോച്ചായ ബൗളിംഗ് കോച്ചായ ബ്രാവോ പറയുന്നു നല്ല രീതിക്ക് ഇന്ന് ഡെത്ത് ഓവർ അറിയുന്ന ഒരാളെ കണ്ടുപിടിച്ചാൽ അതൊക്കെ പുള്ളി പറയണ്ടായിരുന്നു. സോ അതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് പോണില്ല. വെറുതെ നമ്മൾ തന്നെ വല്ലവരുടെ കാര്യത്തിൽ ഇടപെടണേ. എന്തായാലും നമുക്ക് നാളത്തെ മത്സരത്തിൽ അറിയാൻ പറ്റും ആരൊക്കെയാണ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങുന്ന ലൈനപ്പും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് വീഡിയോസ് വേണ്ടി ഞാൻ എത്തുന്നതാണ്. ബൈ. എടാ ഡൂബേന്റെ കേസ് പറഞ്ഞില്ലടാ. അതുപോലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വീഡിയോ തീർന്നിട്ടില്ല. സോ ആ കേസ് ഞാൻ വിട്ടുപോയായിരുന്നു. ഡൂബേന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുള്ളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ കൊടുത്തേണ്ട എന്ന കാര്യത്തിലാണ് ഇപ്പോഴത്തെ വാർത്തയും കാര്യങ്ങളും തന്നെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മത്സരത്തിൽ ഡൂബെ കളിക്കാനുണ്ടാവും. സോ എന്തായാലും റീടേക്ക് ചെയ്ത് ഭ്രാന്താവാൻ എന്നോട് പറ്റില്ല. അത്യാവശ്യത്തിൽ കൂടുതൽ റീടേക്കും കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പോൾ ആദ്യം മുതൽ ഈ പറഞ്ഞ് ഭ്രാന്താവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ ക്രിക്കറ്റ് ന്യൂസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ബൈ.